മദ്യത്തിന് അടിമപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടി വിമുക്തി അടക്കം സർക്കാർ എന്തോരം പദ്ധതികളാണല്ലേ കൊണ്ടുവന്നിട്ടുള്ളത്. സർക്കാർ സൂപ്പർ തന്നെ. പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത് പോലെ ഒരു പ്രതിസന്ധിയും എന്റെ മന്ത്രിസഭയ്ക്ക് ഇനി ഉണ്ടാവില്ല. വകുപ്പുകൾ കൂടിച്ചേർന്നുള്ള ഒരു സംവിധാനമായി അത് വിമുക്തി മാത്രമായ പോലെ എന്നാണ് എനിക്ക് തോന്നുന്നത്. മയക്കുമരുന്നിന് എതിരായിട്ടുള്ള പോരാട്ടത്തിന് ഊന്നൽ കൊടുക്കണമെങ്കിൽ നമുക്ക് വരുമാന ശേഖരണവും എൻഫോഴ്സ്മെന്റും വേർതിരിക്കണം, സെപ്പറേറ്റ് ചെയ്യണം. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. അതായത് മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിന് വരുമാനം വേണം. വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മദ്യ ഉൽപാദന നിർമ്മാണശാലകൾ തുടങ്ങണം. കേരളത്തിൽ എവിടെ നോക്കിയാലും മദ്യ നിർമ്മാണശാലകൾ ഉണ്ടാവണം. അതാണ് രാജേഷേട്ടൻ സ്വപ്നം കണ്ട് കിനാശേരി. കള്ളും ചാരായവും റേഷൻ കട വഴി വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കള്ളിന്റെ ചാരായത്തിന് വില പറയോ സഖാവേ? സാധാരണക്കാരന് തൊഴിൽ വേണം. തൊഴിലും കഴിഞ്ഞു വന്നാൽ ലേവിഷായി കുടിക്കണം. കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സമീപനമായിരിക്കണം ഉണ്ടാകേണ്ടത്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. അതായത് മദ്യനിർമ്മാണം വർദ്ധിപ്പിച്ച് എല്ലാവരും കുടിപ്പിച്ച് കിടത്തി നമുക്ക് കാശ് വാരി കൊടുക്കണമെന്നാണ് രാജേഷേട്ടൻ പറയുന്നത്. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കും. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ടും ചില യാഥാസ്ഥിതികത്വം മൂലമൊക്കെ ഇതിനെ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ കാണുന്നതിന് ചില തടസ്സങ്ങൾ നിലനിൽക്കുകയാണ്. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുത്തു. മദ്യനയം സുതാര്യമായിരിക്കും, അഴിമതിയില്ലാത്തതായി. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നു, മദ്യവും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. മദ്യ ഉപഭോഗം നന്നായിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനം. പക്ഷേ കേരളത്തിൽ ഒരു തുള്ളി സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കുട്ടിമാമ ഇനി വെച്ച് അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ജലസേചനം ജനസേവനം തന്നെ ലഭ്യമായ ഇവിടെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ കാർഷിക വിളകൾ ഉപയോഗിച്ച് സ്പിരിറ്റ് ഉൽപാദനം ആരംഭിക്കണം എന്നതാണ് സർക്കാർ കാണുന്നത്. കാർഷിക വിളകളിൽ നിന്ന് സ്പിരിറ്റ് ഉണ്ടാക്കോ? അപ്പൊ മദ്യനിർമ്മാണത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ഏതൊട്ട് പ്ലാൻ സെറ്റ് വരെ സെറ്റ് ആണല്ലേ? അപ്പൊ ഇതാണല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? വിമുക്തി മാത്രമല്ല ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഇത് വല്ലതും വേണോ? എങ്ങനെയാണ് ചാട്ടത്തിൽ വിചാരിച്ചിരിക്കുന്നത്? വേണ്ടെങ്കിൽ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ അല്ലേ? മാങ്ങാ തൊലി. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് പുതിയ അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായി കൊടുത്തപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. കേരളത്തിലെ ജനങ്ങൾ അത് കേൾക്കണം. തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. നീ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ്. അതൊക്കെ അപ്പോഴേ മറന്നുകളേണ്ടേ. മദ്യം എന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള നിശ്ചയദാർഢ്യം ഇടതുപക്ഷത്തിനാണുള്ളത്. മദ്യവിപത്ത് ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. അമ്മയോട് ആത്മാർത്ഥതയും നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. LDF വരും, എല്ലാം ശരിയാവും. എല്ലാം ശരിയാകും. എല്ലാം ശരിയായി. LDF വന്നു, എല്ലാരെയും ശരിയാക്കുന്നുണ്ട്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ബോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.